12-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മതി. പ്രൈസ് ദി ലോർഡ്. ഏതൊരു ബന്ധക്കോസ്തുകാരനും ഏറ്റവും കൂടുതൽ പ്രസംഗം കേട്ടിരിക്കാൻ സാധ്യതയുള്ള വാക്യമാണ് എബ്രായ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാം വളരെ കാണാതെ അറിയാവുന്ന സുപരിചിതമായ വാക്യമാണ്. ഈ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കഴിഞ്ഞൊരു പ്രാവശ്യം ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞ പ്രസംഗത്തിൻ്റെ ബാക്കിയായിട്ട് ചില ഭാഗങ്ങൾ ഈ അധ്യായത്തിൽ നിന്ന് ഓർപ്പിക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം നമുക്കെല്ലാം വളരെ പരിചയമുള്ള ലേഖനമാണ്. യേശു കർത്താവിൻ്റെ വിവിധ പ്രത്യേകതകൾ എടുത്തു പറയുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. യേശു കർത്താവിനെ വളരെ വ്യക്തമായി വരച്ച് കാണിക്കുന്ന ഒരു ലേഖനം. പ്രത്യേകിച്ച് യഹൂദ സംസ്കാരത്തെയും യഹൂദ ആചാരങ്ങളെയും യഹൂദ പാരമ്പര്യത്തെയും ഒക്കെ മുൻനിർത്തി യേശുക്രിസ്തുവിൽ അതിൻ്റെ എല്ലാം പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ഈ ലേഖനത്തിന് പല പ്രത്യേകതകളുണ്ട്. സമയക്കുറവുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പോൾ എബ്രായ സഭയിലെ വിശ്വാസികളെ കണ്ടുകൊണ്ട് അവരോടുള്ള പ്രബോധനമായി യേശു കർത്താവിൻ്റെ പ്രാധാന്യത്തെ ഉയർത്തി കാണിക്കുന്ന ഈ ലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ്. വളരെ ആത്മീയ ആഴങ്ങൾ ഉൾക്കൊള്ളുന്നൊരു ലേഖനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ലേഖനത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പല ഡിവൽ ഫീച്ചേഴ്സ് എടുത്ത് പറയുന്നുണ്ട്. ബൈബിളിലുടനീളം നമുക്കത് കാണാൻ കഴിയും. ആൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനും എന്നൊക്കെ പറയുന്ന പോലെയുള്ള പല ഡിവൽ ഫീച്ചേഴ്സ് ഇതിൽ നമുക്കെടുത്ത് കാണാനായിട്ട് കഴിയും. സകലത്തിൻ്റെയും ലാക്കും കാരണഭൂതനും യേശുവാണ് എന്ന് പറഞ്ഞാൽ സകലത്തിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തുവാണ്. സകലത്തിൻ്റെ കാരണഭൂതൻ, സകലത്തിൻ്റെയും റൂട്ട് കോസ് എന്ന് പറയുന്നതും ദൈവമാണെന്ന് അവിടെ എടുത്ത് പറയുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വീണ്ടും കാണുന്നു 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഈ വായിച്ചതിനോട് സമമായൊരു വാക്യം കാണാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ നോക്കുവിൻ എന്നുള്ള വാക്കിന് അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് കൺസിഡർ എന്നൊരു വാക്കാണ്. കൺസിഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവനെ ശ്രദ്ധിച്ച് പരിഗണിക്കുക, യേശു കർത്താവിനെ പരിഗണിക്കുക, യേശു കർത്താവിനെ ശ്രദ്ധിക്കുക, അവന് എന്നൊരു വാക്കാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെയും പറയുന്നു യേശു കർത്താവിനെ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. അവിടെ പറയുന്ന ഡിവൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു കർത്താവിൻ്റെ 2 ശുശ്രൂഷകളാണ് അവിടെ എടുത്തു പറയുന്നത്. അപ്പോസ്തലനും മഹാപുരോഹിതനും. അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് അയക്കപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് പുറപ്പെട്ടു വന്നവൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ 2-ാമത്തെ ശുശ്രൂഷയെപ്പറ്റി പറയുന്നു മഹാപുരോഹിതനായ യേശു എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ പ്രതിനിധീകരിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ്റെ ശുശ്രൂഷ പ്രസംഗിക്കുകയാണ്, മഹാപുരോഹിതൻ്റെ പ്രധാന ശുശ്രൂഷ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഒരു സർക്കിൾ പൂർത്തിയാക്കുന്ന യേശു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ആദ്യനും അന്ത്യനും എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പെർഫെക്ഷനാണ് കാണിക്കുന്നത്. എന്തെങ്കിലും സകലത്തിന് മുമ്പേ ആദ്യനായി ഉണ്ടായിരുന്നവൻ, സകലവും അവസാനിച്ചാലും അവസാനമില്ലാതെ നിലനിൽക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ആ പെർഫെക്ഷനാണ് അവിടെ കാണിക്കുന്നത്. സകലത്തിൻ്റെ ലാക്കും കാരണഭൂതനെന്ന് പറഞ്ഞാലും അതിൻ്റെ ആ പെർഫെക്ഷനാണ് അവിടെ കാണുന്നത്. ഇവിടെ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ പെർഫെക്ഷനാണ് കാണുന്നത്. എന്ത്? അവൻ സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട് ദൈവത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ശുശ്രൂഷ പൂർത്തീകരിച്ച മഹാപുരോഹിതനുമാണ് യേശു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നാം വായിച്ച വാക്യത്തിലും യേശു കർത്താവിൻ്റെ ഒരു ഡ്യുവൽ ഫീച്ചേഴ്സ് നാം കാണുന്നുണ്ട്. എന്തൊക്കെയാണ്? അവൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് പല വാക്കുകൾ, പല പരിഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഹീ ഈസ് ദ ഓഥർ ആൻഡ് ഫിനിഷർ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഇരിക്കുന്ന പരിഭാഷ പറയുന്നത് ഹീ ഈസ് ദ ഫൗണ്ടർ ആൻഡ് പെർഫെക്റ്റർ എന്ന് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ഓഥർ എന്ന് പറയുന്നത്, ഫൗണ്ടർ എന്ന് പറയുന്നത് കർത്താവാണ്. അതിനെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരുന്നതും കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സകലത്തിൻ്റെ ആരംഭവും അവസാനവും. പ്രൈസ് ദി ലോർഡ്. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മിൽ ഒരു പ്രവൃത്തിയെ ആരംഭിച്ച ദൈവം എന്ത് ചെയ്യും? അതിനെ തികയ്ക്കാൻ ശക്തിയുള്ള കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നാം യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ചുമ്മാതെ നോക്കിയാൽ
പോരാ, എങ്ങനെ നോക്കണം? ശ്രദ്ധിച്ച് നോക്കണം. പ്രൈസ് ദി ലോർഡ്. ലോകത്തുള്ള മനുഷ്യരെല്ലാം യേശുവിനെ നോക്കുന്നവരാണ് പല രീതിയിൽ. ഇന്നലെ പ്രവർത്തനത്തിന് പോയവർക്കല്ല, ഞങ്ങൾക്കെല്ലാം യേശുവിനെക്കുറിച്ച് അറിയാം എന്നാണ് പറയുന്നത്. യേശു എന്താണ്? പല പടങ്ങളിൽ ഒരു പടം. പ്രൈസ് ദി ലോർഡ്. പല ദൈവങ്ങളിൽ ഒരു ദൈവം, പല മധ്യസ്ഥന്മാരിൽ ഒരു മധ്യസ്ഥൻ. എന്തൊക്കെയാണ്? അവർ യേശുവിനെ നോക്കി അവർക്ക് ലഭ്യമായ ചില അറിവുകൾ വെച്ച് അവർ യേശുവിനെ കണ്ടു. പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെ നോക്കിയാൽ പോരാ, യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. പ്രൈസ് ദി ലോർഡ്. കടൽക്കരയിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസ് യേശുവിനെ കണ്ടു. അവിടെ വരുന്ന യേശുവിനെ കണ്ടു. യേശുവിനോട് ചോദിച്ചു, പടകിൽ കയറട്ടെ എന്ന് ചോദിച്ചു. പത്രോസിന് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും യേശുവിനെക്കുറിച്ച് അവിടെ തോന്നിയില്ല. ഒരു സാധാരണ ഗുരു എന്നതിലപ്പുറം ഒന്നും തോന്നിയില്ല. യേശുവിനെ കൈ കൊടുത്ത് പടകിലേക്ക് വലിച്ചു കയറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പത്രോസിന് ഒരു പ്രത്യേകതയും തോന്നിയില്ല. എന്നാൽ തൻ്റെ ജീവിതത്തിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് യേശുവിനെ പത്രോസ് ഒന്ന് സൂക്ഷിച്ചു നോക്കിയത്. അപ്പോൾ പത്രോസ് പറയുകയാണ്, കർത്താവേ, പാപിയായ എന്നെ വിട്ട് നീ പോകണമേ. പ്രൈസ് ദി ലോർഡ്. അവിടെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ മഹത്വകരമായൊരു രൂപം പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു. ക്രൂശിൽ കിടക്കുന്ന 2 കള്ളന്മാരും യേശുവിനെ കാണുന്നുണ്ട്. നീ മെശിഹയാണെങ്കിൽ ഇറങ്ങി വാ, ഞങ്ങളെയും രക്ഷിക്കുക, നിന്നെയും രക്ഷിക്കുക എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവർ യേശുവിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഇൻട്രൊഡക്ഷൻ അവർക്ക് അറിയാമായിരിക്കാം. പക്ഷെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഒരു കള്ളൻ അവനെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ മനസ്സിലായി, ആമേൻ, ഈ മാംസപിണ്ഡമായി എൻ്റെ സമീപത്ത് തൂങ്ങിക്കിടക്കുന്ന ഇവൻ ആരാണ്? അവൻ മരണത്തെ ജയിച്ച് നാളെ മടങ്ങി വരുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ഞാൻ മരിച്ചാലും എന്നെ ഓർത്ത് വിടുവിക്കാൻ ശക്തിയുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലാക്കിയപ്പോൾ അവൻ പറയുകയാണ്, യേശുവേ, നീ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ഇന്ന് പകൽ ആമേൻ, ഈ ലേഖനത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത്, എല്ലാവരും കാണുന്ന പോലെ യേശുവിനെ കാണാനല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. അവനെ ഇന്ന് ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കുക. ആമേൻ. അവൻ്റെ മഹത്വത്തെ ഒന്നുകൂടെ തിരിച്ചറിയുക. നാം എത്ര പ്രാപിച്ചാലും അതിനൊരു അവസാനം വരുത്താൻ കഴിയാത്തതുപോലെ യേശുവിൻ്റെ മഹത്വം വലുതാണ്. യേശുവിൻ്റെ ശ്രേഷ്ഠത വലുതാണ്. യേശുവിൻ്റെ എന്താ പറയുന്നത്, മഹത്വം എന്ന് പറയുന്നത് അത്ര ഉന്നതമാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും അവനിലേക്ക് നോക്കുക എന്നാണ് ഈ ലേഖനകാരൻ നമ്മോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? യേശുവിലേക്ക് നോക്കണം. യേശുവിലേക്ക് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? യേശുവിലേക്ക് നോക്കിയാൽ അവർക്കുള്ള ഒരു കാര്യമാണ് അവരുടെ ഓട്ടം എന്ന് പറയുന്നൊരു സംഭവം അവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എങ്ങോട്ടോടും? യേശുവിനെ നോക്കിക്കഴിഞ്ഞാൽ, ആമേൻ, യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എങ്ങോട്ടോടും? ചിലർ തിരിഞ്ഞോടും, ചിലരെങ്ങോട്ടോടും? മുമ്പോട്ടോടും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എങ്ങോട്ടോടുന്നവരാ? 10-ാം അധ്യായം അവസാന വാക്യം പറയുന്നു, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, നാം വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിനെ കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യും? യേശുവിനെ നോക്കിക്കഴിയുമ്പോൾ ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഓടാനായിട്ടൊരു പ്രേരണ വരും. പ്രൈസ് ദി ലോർഡ്. എങ്ങോട്ട് ഓടണം? യേശുവിങ്കലേക്ക് ഓടണം. പ്രൈസ് ദി ലോർഡ്. ഈ ലേഖനത്തിൻ്റെ 12-ാം അധ്യായം അത് പല ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഓവറോളായിട്ട് ഒന്ന് പറഞ്ഞ് വേഗത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ചിരിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ 12-ാം അധ്യായത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? യേശുവിനെ നോക്കി നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്ത് ചെയ്യണം? നാം സ്ഥിരതയോടെ ഓടണം. പ്രൈസ് ദി ലോർഡ്. ആ ഓട്ടത്തിൻ്റെ എൻഡ് പോയിൻ്റ്, ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? യേശു കർത്താവ് ആയിരിക്കുന്ന അനുഭവമാണ്, യേശു കർത്താവ് ആയിരിക്കുന്ന സ്ഥലമാണ്, യേശു കർത്താവ് ആയിരിക്കുന്ന ശ്രേഷ്ഠകരമായ സാഹചര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ വരെ നാം എന്ത് ചെയ്യണം? ആ ഓട്ടം സ്ഥിരതയോടെ ഓടണം. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇപ്പോൾ ഈ എബ്രായ വിശ്വാസികൾക്ക് പറ്റിയിരിക്കുന്നതെന്ന് അറിയാമോ? അവരുടെ എന്തുകൊണ്ടാണ് ഈ പൗലോസ് എന്ന് ഞാൻ പറയുകയാണ്, പൗലോസ് എന്തുകൊണ്ടാണ് അവരെ വിശ്വാസികളോട് നിങ്ങൾ ഓടണമെന്ന് പറയുന്നത്? അതിൻ്റെ താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ, മുടം തുള്ളത് ഒടുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ യേശുവിലേക്ക് ഓടിക്കൊണ്ടിരിക്കേണ്ട വിശ്വാസികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവരുടെ കൈകാലുകൾ എങ്ങനെ ഇരിക്കുന്നു? തളർന്നിരിക്കുന്നു, കാലുകൾ കുഴഞ്ഞിരിക്കുന്നു. പിന്നെ അവരുടെ കാലുകൾക്ക് എന്തുണ്ട്? മുടന്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഓടേണ്ടവർ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? മുടന്തി നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവർ ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല? യേശുവിൽ നിന്നുള്ള നോട്ടം എങ്ങോട്ടോ മാറിപ്പോയിട്ടുണ്ട്. യേശുവിൽ നിന്നുള്ള ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരാളുടെ ഓട്ടം കണ്ടാൽ അറിയാം അവൻ എന്ത് കണ്ടുകൊണ്ടാണ് ഓടുന്നതെന്നല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ വിശ്വാസികളുടെ ഇരിപ്പ് കണ്ടിട്ട് പൗലോസിന്, ലേഖനകാരന് മനസ്സിലായി ഇവരുടെ നോട്ടം എങ്ങോട്ടോ മാറിപ്പോയിട്ടുണ്ട്. ഇവർ കുഴഞ്ഞിരിക്കുകയാണ്, ഇവരുടെ കാലുകൾ തളർന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, നിങ്ങളുടെ
ഓട്ടം ക്ലിയർ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ നോക്കുക. ആമേൻ. നോക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഓട്ടത്തെ നിങ്ങൾക്ക് തികയ്ക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഓട്ടം തികയ്ക്കണമെന്നാണ് ഈ ലേഖനകാരൻ ഈ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തിലേക്കാണ് ഓടേണ്ടത്? ക്രിസ്തുവിങ്കിലേക്കാണ് ഓടേണ്ടതെന്ന് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ തളർന്ന അവസ്ഥകളും കുഴഞ്ഞ അവസ്ഥകളൊക്കെ മാറ്റി എബ്രായ വിശ്വാസികളെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ഓട്ടത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 10-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും. അതിന് മുമ്പുള്ള അധ്യായങ്ങൾ 5-ാം അധ്യായമൊക്കെ മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതാണ്. അവിടെ പറയുന്നത് നിങ്ങൾ മന്ദതയുള്ളവരാണ്, നിങ്ങളിപ്പോൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ട പ്രായം നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ശിശുക്കളാണ്, നിങ്ങൾ വചനത്തിൻ്റെ കട്ടിയായ ആഹാരം കഴിക്കേണ്ടവരാണെങ്കിലും നിങ്ങളിപ്പോൾ എന്താണ് കഴിക്കുന്നത്? പാലാണെന്നൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ അവരുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെ ലേഖനകാരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെയുള്ള ഒരു സാഹചര്യമാണ് ഇവിടെയും പറയുന്നത്. അവരുടെ കൈകാലുകളൊക്കെ തളർന്ന കുഴഞ്ഞ മുടന്തുള്ള അനുഭവത്തിലായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവരെങ്ങനെയായിരുന്നു? 10-ാം അധ്യായത്തിൽ കാണുന്നു. പ്രകാശനം ലഭിച്ച ശേഷം ഇവർക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ കാണുന്നുണ്ട്. എന്താണ്? അവർ 10:32 മുതൽ കാണുന്നുണ്ട്. അവർ നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർ കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ചൊരു പൂർവ്വകാലം അവർക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവരിങ്ങനൊന്നും അല്ലായിരുന്നു. എങ്ങനെയായിരുന്നു? ഇവർ കർത്താവിനെ അറിഞ്ഞ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ശക്തരായിട്ട് നിന്നവരാണ്. പ്രതിസന്ധികളെ ശക്തരായിട്ട് അതിജീവിച്ചവരാണ്. കർത്താവിന് വേണ്ടി ശക്തമായി ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. കർത്താവിന് വേണ്ടി പ്രതികൂലങ്ങളെ അനുഭവിച്ചു. തടവറകളിൽ കിടന്നു. അവരുടെ സമ്പത്തുകൾ അപഹരിക്കപ്പെട്ടപ്പോൾ അത് സന്തോഷത്തോടെ സഹിച്ചു. ഇങ്ങനെയെല്ലാമുള്ള അനുഭവങ്ങളിൽ കൂടെ പോയ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് കാലും തളർന്ന് കയ്യും തളർന്ന് പോരാട്ടം നടത്താൻ പോയിട്ട് മുടന്തി നടക്കാൻ മാത്രം ശേഷിയുള്ള ഒരു സഭയോട് ആമേൻ നിങ്ങൾ എന്ത് വിറ്റാമിൻ കഴിക്കണമെന്നാണ് പറയുന്നത്? മറ്റൊന്നുമില്ല. നിങ്ങൾ ഓട്ടം പുനഃസ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്ഥിരതയോടെ നിങ്ങൾക്ക് ഓടാൻ കഴിയണമെന്നുണ്ടെങ്കിൽ യേശുവിൽ നിങ്ങളുടെ നോട്ടം ഉറപ്പിക്കുക. നിങ്ങളുടെ ശ്രദ്ധ യേശുവിങ്കിലേക്ക് കൊണ്ടുവരിക. യേശുവിങ്കിലേക്ക് കൊണ്ടുവന്നാൽ എന്ത് പറ്റും? അവൻ ആ വിശ്വാസത്തോടെ കർത്താവിങ്കിലേക്ക് നോക്കിയാൽ എന്ത് പറ്റും? അവൻ നമുക്ക് യേശുവിനെക്കുറിച്ച് ചില വെളിപ്പാടുകൾ നമുക്കവിടെ ലഭിക്കാനായിട്ട് ഇടയായിത്തീരും. യേശുവിനെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നാം ഓട്ടം വീണ്ടും ആരംഭിക്കാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിനെ കാണുക, യേശുവിൻ്റെ ആ ശ്രേഷ്ഠത മനസ്സിലാക്കുക. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അതിലേക്ക് ഓടി അടുക്കണമെന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് അങ്ങനെയുള്ളൊരു ഏറ്റവും നല്ല ഒരു ഉദാഹരണം നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് മറ്റാരുമല്ല, അപ്പോസ്തലനായ പൗലോസാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. എന്താണ്? ഞാൻ പിമ്പിലുള്ളത് മറന്നു മുമ്പിലേക്ക് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഓടുന്ന ഒരു പൗലോസിനെയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഞാൻ മുമ്പിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് വലിയൊരു വിരുദ് വെച്ചിട്ടുണ്ട്. ക്രിസ്തുയേശുവിൽ ഉള്ള ദൈവത്തിൻ്റെ ആ വിളിയുടെ വിരുദിന് വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഓടുന്ന ഒരു പൗലോസിനെ നോക്കിക്കൊണ്ട് നമുക്ക് ചോദിക്കാം, പൗലോസേ നീ എങ്ങോട്ടാണ് ഈ ഓടുന്നത്? എന്ത് പ്രാപിക്കാൻ വേണ്ടിയാണ് നീ ഓടുന്നത്? പ്രൈസ് ദി ലോർഡ് എന്ന് നമുക്ക് ചോദിക്കാനായിട്ട് കഴിയും. ഈ എബ്രായ ലേഖനം തന്നെ 12-ാം അധ്യായം താഴോട്ട് വായിച്ചാൽ നമുക്കവിടെ കാണാൻ കഴിയുന്നത് എന്തിനു വേണ്ടിയാണ് നാം ഓടുന്നത്, ഈ ഓട്ടത്തിൻ്റെ അവസാനം നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 2 അനുഭവങ്ങളാണ് നാം ഈ അധ്യായത്തിൽ നിന്നും നമുക്ക് ലഭിക്കാനായിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ 11-ാമത്തെ വാക്യമാണ്. ഞാൻ തന്നെ വായിക്കാം. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഓട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? നീതി എന്ന് പറയുന്ന സമാധാന ഫലം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് ലഭിക്കുന്ന കാര്യം അതിൻ്റെ അവസാന വാക്യമാണ്. ആകയാൽ ഇളയാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യും? നാം നന്ദിയുള്ളവരായ ദൈവത്തിന് പ്രസാദപരമായ ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യുക എന്നാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ 2 കാര്യം പ്രാപിക്കാൻ വേണ്ടി വേണം നാം എന്ത് ചെയ്യാൻ? യേശുവിലേക്ക് ഓടാൻ. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയാണ്? ഒന്ന്, നീതി എന്ന സമാധാന ഫലം എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീതി സ്വഭാവം അല്ലേ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? യേശുവിൻ്റെ ആ ഒരു നീതി സ്വഭാവം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിൻ്റെ ആ ദിവ്യ സ്വഭാവങ്ങളാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അത് കാണുമ്പോഴാണ് എനിക്കെന്ത് തോന്നുന്നത്? ഞാൻ ഒത്തിരി ദൂരം അതിൽ നിന്ന് അകലെയാണ്. എനിക്കെന്ത് ചെയ്യണം? ആ നീതി സ്വഭാവത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യണം? ഓടിയെത്തണമെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിൻ്റെ സ്വഭാവത്തെ എന്ത് ചെയ്യണം? എനിക്ക് പ്രാപിക്കണം. ലോകത്തിലെ നീതിമാനായിട്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ച ഏക വ്യക്തി ആരാണ്?
യേശു കർത്താവ് മാത്രമാണ്. ആമേൻ. പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ ആരെയെങ്കിലും ദൈവത്തിന് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ആരെയൊക്കെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ? യേശു കർത്താവിനെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവാണ് പിതാവിൻ്റെ പൂർണ്ണ ഇഷ്ടങ്ങൾ പ്രവൃത്തികളാൽ ചെയ്ത് പിതാവിനെ പ്രസാദിപ്പിച്ച നീതിമാനെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബാക്കിയുള്ളവരെല്ലാം എങ്ങനെ നീതിമാന്മാരായവരാണ്? വിശ്വാസത്താൽ നീതിമാന്മാരായവരാണ്. അത് പുതിയ നിയമവിശ്വാസിയാണെങ്കിലും പഴയ നിയമവിശ്വാസിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്താണ്? ദൈവത്തിൽ വിശ്വസിച്ചത് എന്ത് ചെയ്തു? ദൈവം അവർക്ക് നീതിയായി കണക്കിട്ടു. പ്രൈസ് ദി ലോർഡ്. ഈ 11-ാം അധ്യായം മുഴുവൻ വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ് പറയുന്നത്. അതിലേക്ക് ഓടിച്ച് കണ്ണു നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഹാബേലിനെ കുറിച്ച് പറയുകയാണ്. വിശ്വാസത്താൽ ഹാബേൽ ഉത്തമമായ യാഗം കഴിച്ചെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹാബേൽ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ നീതിമാനായി തീർന്നത്? വിശ്വാസത്താലാണ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അതിൻ്റെ താഴോട്ട് വായിച്ചു വരുമ്പോൾ ഹാനോക്കിനെ കുറിച്ച് പറയുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. പിന്നെ അതിൻ്റെ അടുത്ത വാക്യത്തിൻ്റെ അവസാനം പറയുകയാണ്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം ലഭിച്ചു. എങ്ങനെയാണ് ഹാനോക്കിന് സാക്ഷ്യം ലഭിച്ചത്? വിശ്വാസത്താലാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ഹാനോക്കിന് ആ സാക്ഷ്യം ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അതിൻ്റെ താഴേക്ക് വായിച്ചു വരുമ്പോൾ നോഹയെക്കുറിച്ച് നമുക്ക് കാണുന്നുണ്ട്. വിശ്വാസത്താൽ നോഹ എന്ന് പറഞ്ഞ 7-ാം വാക്യം ആരംഭിച്ചിട്ട് അത് അവസാനിക്കുന്ന ഇങ്ങനെയാണ്, അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ആമേൻ. നോഹയ്ക്ക് എങ്ങനെയാണ് നീതി ലഭിച്ചത്? സൽപ്രവൃത്തി ചെയ്തുകൊണ്ടാണോ? അല്ല. നോഹ എന്ത് ചെയ്തു? വിശ്വസിച്ചു. അതെന്ത് ചെയ്തു? നീതിയായി കണക്കിട്ടു. താഴോട്ട് വായിച്ചു വരുമ്പോൾ അബ്രഹാമിനെ കുറിച്ചാണ് പറയുന്നത്. അബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ പാപം ചെയ്തൊരു മനുഷ്യൻ ഏതെങ്കിലും വിധത്തിൽ ദൈവം നീതിമാനാക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? വിശ്വാസത്താൽ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹാബേൽ മുതലുള്ള ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസത്താലുള്ള നീതീകരണമാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അവർക്ക് കിട്ടിയ ദൈവ വെളിപ്പാടിന് വ്യത്യസ്തമായിരിക്കാം. ഇന്ന് നമുക്ക് ലഭിച്ചതുപോലെ ഒരു ഫുൾ അളവിലുള്ള ഒരു ദൈവിക വെളിപ്പാടൊന്നും അവർക്ക് അന്ന് ലഭിച്ചിരുന്നില്ല. പക്ഷേ അവർക്ക് ലഭിച്ച വെളിപ്പാടിനെ എന്ത് ചെയ്തു? അവർ വിശ്വസിച്ചു. അവർക്ക് കൊടുത്ത ആ അനുഭവത്തെ അവർ വിശ്വസിച്ചു. അറിഞ്ഞ ദൈവത്തെ വിശ്വസിച്ചു. ദൈവം അവരെ നീതിമാന്മാരായിട്ട് ആ വിശ്വാസത്തെ കണക്കിട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ അന്ത്യകാലത്ത് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അങ്ങനെ ആ വിശ്വാസ വീരന്മാരുടെ പട്ടിക മുഴുവൻ 11-ാം അധ്യായത്തിൽ നിരത്തി വെച്ചിട്ട് അപ്പോൾ അവർക്കെല്ലാം എന്ത് ചെയ്തു? നീതി ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. 2 വാഗ്ദത്തങ്ങളാണ് ലഭിക്കേണ്ടത്. എന്തൊക്കെയാണ്? ആദ്യം നമ്മളിപ്പോൾ വായിച്ചവ 2 വാഗ്ദത്തങ്ങളുണ്ട്. ഒന്നെന്ത് ചെയ്യും? ഒന്നാമത്തെ പ്രതിഫലം എന്താണ്? ഓട്ടം തികച്ചാൽ നീതി എന്ന സമാധാന ഫലം കിട്ടും. അല്ലെങ്കിൽ നീതിമാനായി ദൈവം നമ്മെ എന്ത് ചെയ്യും? പരിഗണിക്കും. പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ വാഗ്ദത്തം എന്താണ്? ഇളകാത്ത രാജ്യം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാരെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ട് 11-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ ഇപ്പോൾ അവരെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും പറഞ്ഞിട്ട് എന്ത് ചെയ്തു? നീതി എന്ന അവകാശം അവർക്കെല്ലാം കിട്ടി. അബ്രഹാമിന് കിട്ടി, നോഹയ്ക്ക് കിട്ടി, ഹാബേലിന് കിട്ടി, എല്ലാം കിട്ടി. ഇനി ഒരു അവകാശം കൂടെ അവർക്ക് ലഭിക്കാനുണ്ട്. എന്താണ്? ഒരു പുനരുത്ഥാനത്തിലൂടെ എന്താണ്? ഇളകാത്ത രാജ്യത്തിലുള്ള നിത്യമായൊരു അവകാശം അവർക്ക് ലഭിക്കാനുണ്ട്. പക്ഷേ അവിടെ വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഒരു ഡിലേ അതിന് വരുത്തി. എന്തിനു വേണ്ടി? 11-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചു. നീതിമാൻ എന്നുള്ള സാക്ഷ്യം ലഭിച്ചു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. പക്ഷേ എന്ത് ചെയ്തില്ല? വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. എന്തുകൊണ്ടാണ് പ്രാപിക്കാതിരുന്നത്? അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും വലുതൊന്ന് മുൻകരുതിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ യഹൂദ പരമ്പരയോട്, യഹൂദ സന്തതിയോട്, അല്ലെ അബ്രഹാമിൻ്റെ വാഗ്ദത്തത്തോട്, ഇസ്രായേൽ വാഗ്ദത്തങ്ങളോട് ഒരു സംബന്ധവും ഇല്ലാതെ കിടന്നിരുന്ന ജാതികളായ നമ്മയും കൂടെ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ദൈവത്തിന് പ്രസാദം തോന്നി. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ഒരു ശ്രേഷ്ഠതയും മാന്യതയും കണ്ടുകൊണ്ടല്ല, കർത്താവിന് കരുണ തോന്നി നമ്മെ അതിനകത്ത് ചേർക്കണമെന്ന് ദൈവത്തിന് തോന്നിയതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് ദൈവം ഒരു ഡിലേ വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അവർക്ക് ആ വാഗ്ദത്തം കൊടുക്കുന്നതിന് മുമ്പ് നമ്മയും കൂടെ പരിഗണിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടിയാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നാം ചിന്തിക്കാറുണ്ട്, ഈ പഴയ നിയമ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അബ്രഹാമിൻ്റെ ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, ദാനിയേലിനെ കുറിച്ച്, നെഹമ്യാവിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ നമ്മളെന്തിനാണ് സന്തോഷിക്കുന്നത്? നമുക്ക് ഇവരുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് ഇവരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങളോടോ
അബ്രഹാമിൻ്റെ സന്തതിക്ക് ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങളോടൊന്നും ജാതികളായ നമുക്ക് ഒരു സംബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്തിനാണ് നമ്മളിതൊക്കെ പറയുമ്പോൾ സ്വോത്രം പറയുന്നത്? ദൈവം അബ്രഹാമിനോട് അങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ, ദൈവം ദാനിയേലിന് വേണ്ടി പ്രവർത്തിച്ചെന്ന് പറയുമ്പം, ദാവീദിന് വേണ്ടി അത്ഭുതം ചെയ്തെന്നൊക്കെ പറയുമ്പം നമ്മളെന്തിനാ സ്വോത്രം പറയുന്നത്? ഇവരൊക്കെ നമ്മുടെ ആരെങ്കിലും ആണോ? അല്ല. പിന്നെ നമ്മൾക്ക് എങ്ങനെ ഇവരൊക്കെ ആയിട്ട് ബന്ധമുണ്ടായേ? ഈ 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസത്താൽ നീതീകരിച്ചതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ഇതൊക്കെ നമ്മളോട് പറയുന്നത്? ഇവരൊക്കെ ആയിട്ട് നമുക്കെന്താ ബന്ധമുള്ളത്? പ്രൈസ് ദി ലോർഡ്. എന്താ ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകം ആഴമായി പഠിക്കുന്നവർക്കറിയാം, ഒരു വിവാഹ ബന്ധത്തിലൂടെയാണ് നമുക്ക് അവരുമായിട്ട് ബന്ധമുണ്ടായത്. പ്രൈസ് ദി ലോർഡ്. ഏതാണ് വിവാഹ ബന്ധം? ആ ശ്രേണിയിൽ അബ്രഹാമിൻ്റെ സന്തതിയായി, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു വന്ന യേശു ക്രിസ്തു എന്ന ആത്മമണവാളന് കരം കൊടുത്ത് സഭ അവൻ്റെ മണവാട്ടിയായി തീർന്നപ്പോഴാണ് നമുക്കിവരുമായിട്ടെല്ലാം ബന്ധമുണ്ടായത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭയിൽ ഇപ്പോൾ ഏറ്റവും അടുത്ത സമയത്ത് നടന്ന വിവാഹം നമ്മുടെ നിസിയുടെ വിവാഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് സംഭവിച്ചത്? നിസിയുടെ അല്ലെങ്കിൽ ആരുടെ വിവാഹം നടന്നാലും എന്താ സംഭവിക്കുന്നത്? ഒരു പെൺകുട്ടി ഒരു വരൻ്റെ വിഗ്രഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? അതുവരെ അവർക്ക് ആ കുടുംബമായിട്ട് ഒരു ബന്ധവുമില്ല, അല്ലേ? തീർത്തും അപരിചിതരാണ്, ഒരു ബന്ധവുമില്ല. അവരെ കണ്ടാൽ അതിന് മുമ്പ് പരിചയമുള്ളവരാണെങ്കിൽ ചേട്ടാ ചേച്ചി എന്നായിരിക്കും വിളിക്കുന്നത്, അല്ലേ? ഒരു ബന്ധവും കാണത്തില്ല, ഒരു രക്തബന്ധവും പറയാനില്ല. പക്ഷേ ഒരു വിവാഹ ഉടമ്പടിയിലൂടെ ഒരു പെൺകുട്ടി ഒരു കുടുംബത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തായി? അന്ന് മുതൽ മണവാളൻ്റെ അപ്പൻ അവളുടെയും അപ്പനായി, മണവാളൻ്റെ അമ്മ അവളുടെ അമ്മയായി, അവർ മണവാളൻ്റെ ഉപ്പാപ്പൻ അവളുടെ ഉപ്പാപ്പനായി. പ്രൈസ് ദി ലോർഡ്. എന്ന് പറയുന്നത് പോലെ യേശു ക്രിസ്തു എന്ന ആ ആത്മമണവാളൻ്റെ മണവാട്ടി സഭയിൽ നാം അംഗമായി തീർന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? യേശു ക്രിസ്തുവിൻ്റെ കുടുംബ പരമ്പരയായ ഈ അബ്രഹാമിൻ്റെ കുടുംബത്തിലുള്ള വിശുദ്ധന്മാരോടെല്ലാം നമുക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു പങ്കാളിത്തം ലഭിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് നമുക്കവിടെ അവകാശം ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തുവിനാണ് ഈ അവകാശങ്ങൾ മുഴുവനുള്ളത്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലും എന്താ കാണാൻ കഴിയുന്നത്? സ്വർഗത്തിലെ സകല സമ്പത്തിനും അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ ആ അനുഗ്രഹങ്ങൾക്കെല്ലാം, അബ്രഹാമിൻ്റെ സന്തതിക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾക്കെല്ലാം ഏക അവകാശി ആരാണ്? യേശുക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എൻ്റെ ലൈവ് ഇങ്ങനെ ഓടിച്ച് കണ്ടുകൊണ്ടിരുന്നപ്പം മറ്റ് വിവാഹ ശുശ്രൂഷകളൊന്നും പറഞ്ഞു കൊടുക്കാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ വിവാഹം നടത്തിയ ആൾ വധൂവരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതിങ്ങനെയാണ് പറഞ്ഞത്: ഇന്ന് ഭാര്യയോടും ഭർത്താവിനും ഉഭയസമ്മതം പറയുമ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന് മുതൽ എൻ്റെ സർവ്വസമ്പത്തിനും ഞാൻ നിന്നെയും അവകാശിയായി വെക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന് കഴിഞ്ഞ ദിവസം പാസ്റ്റർ പറഞ്ഞ പോലെ ഭാര്യയുടെയും ഭർത്താവിൻ്റെ അക്കൗണ്ട് പോലും പല ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും അറിയത്തില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഈ പാസ്റ്റർ പറഞ്ഞു കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ന് മുതൽ എൻ്റെ സർവ്വസമ്പത്തിനും ആരെയും കൂടെ അവകാശിയാക്കി വെച്ചു, ഭാര്യയും കൂടെ അവകാശിയാക്കി വെച്ചു. ആമേൻ. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിനുള്ള ഈ സകല അവകാശത്തിലേക്കും അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിലേക്കുമൊക്കെ നമുക്കെങ്ങനെ പ്രവേശനം കിട്ടിയെന്നറിയാമോ? ഈ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായിട്ട് നമ്മൾ തീരുന്നതിലൂടെയാണ് ആ ദൈവകുടുംബത്തിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആ ഭാഗത്തേക്ക് ഞാൻ അധികം വിശദീകരിച്ച് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വലിയ ശ്രേഷ്ഠതകളെല്ലാം അവൻ വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ പൗലോസ് ഇവിടെ പറയുകയാണ്. എന്താ പറയുന്നത്? ഇവിടെ ഈ വിശുദ്ധന്മാരെക്കുറിച്ച് പറയുകയാണ്, അവരെല്ലാം വിശ്വാസത്താൽ ഓടി നീതി പ്രാപിച്ചു. രണ്ടാമത്തെ അനുഗ്രഹമായ ആ ഇളകാത്ത രാജ്യത്തിൻ്റെ അതവർ കണ്ടിട്ടുണ്ട്, ദൂരെന്നേ കണ്ടു. ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നഗരത്തെ അവർ കണ്ടുകൊണ്ടാണ് ഓടിയത്. പക്ഷേ അത് ഇതുവരെ അവർക്ക് പ്രാപിക്കാൻ പറ്റിയിട്ടില്ല. ആ പ്രാപിക്കുന്നതിനിടയിൽ നമ്മെ കൂടെ ആ പദ്ധതിയിൽ ചേർക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹം തോന്നി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്താൽ ഓടണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അങ്ങനെ ഓടുന്ന ഒരു വ്യക്തിയാണ് ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ കണ്ടത്. അതാരാണ്? പൗലോസായി അപ്പസ്തോലനാണ്. പൗലോസിനോട് ചോദിച്ച, പൗലോസേ, നീ എന്ത് നേടാൻ വേണ്ടിയാണ് ഓടിയത്? അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം, 9-10 വാക്യം. നേടേണ്ടതിനും മതി. താഴോട്ടൊരു നീണ്ട വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസ് എന്തിനു വേണ്ടിയായി ഓടുന്നത്? ഞാൻ ക്രിസ്തുവിനെ നേടണം. പൗലോസിൻ്റെ ഒരു ആഗ്രഹം എന്താണ്? എനിക്കെന്ത് കിട്ടണം? ക്രിസ്തുവിനെ നേടണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചോദിച്ചാൽ പറയും, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ
വിശ്വസിക്കുന്ന ഏവരുമാണ് ദൈവമക്കളാകുന്നത്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്തു? കർത്താവിനെ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്തു? സ്വീകരിച്ചു. അന്നോടുകൂടി എല്ലാം തീർന്നെന്നും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പൗലോസ് ഇവിടെ യേശുവിനെ നോക്കും തോറും, ശ്രദ്ധിച്ച് നോക്കും തോറും എന്ത് ചെയ്യുകയാണ്? ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതകൾ ഇങ്ങനെ കടൽ പോലെ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവനെ വീണ്ടും വീണ്ടും നേടണമെന്ന് പൗലോസിന് ആർത്തി ഉണ്ടാവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പറയുകയാണ്, ഇനി ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, അതൊരു വലിയ വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ന്യായപ്രമാണം സംബന്ധിച്ചെല്ലാം തികഞ്ഞവനാണ്, എല്ലാം അനുഷ്ഠിക്കുന്നവനാണ്, ബാല്യം മുതൽ ന്യായപ്രമാണം അനുസരിക്കുന്നവനാണ്. അതിൻ്റെ മുകളിലോട്ട് പൗലോസിൻ്റെ യോഗ്യതകളൊക്കെ പറയുന്നുണ്ട്. ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, പരീശനിൽ നിന്ന് ജനിച്ച പരീശൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. ആര്? പൗലോസ്. പൗലോസിൻ്റെ ചിന്തയനുസരിച്ച് എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഈ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യാം? ദൈവം നീതിമാനാക്കുമെന്നായിരുന്നു പൗലോസിനെ പഠിപ്പിച്ചു വെച്ചതും പൗലോസ് മനസ്സിലാക്കി വെച്ചതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയൊരു നീന്തൽക്കുളം, നമ്മുടെ ഈ ഹോളിൻ്റെ വലിപ്പമുള്ളൊരു നീന്തൽക്കുളം കണ്ടു നോക്കിയേ. അവിടെ ഒരു വലിയ നീന്തൽ മത്സരം നടക്കുകയാണെങ്കിൽ എന്താണ്? അത് ന്യായപ്രമാണമാണെന്ന് നമ്മൾ സങ്കല്പിക്കുക. അത് എല്ലാ പ്രവൃത്തികളും ചെയ്ത് കറക്റ്റായിട്ട് ശബത്താചരിച്ച് കറക്റ്റായിട്ട് ദശാംശം കൊടുത്ത് എല്ലാ പഴയ നിയമത്തിലെ കൽപ്പനകളെല്ലാം അനുസരിച്ച് തികഞ്ഞ പഴയ നിയമ വിശ്വാസിയായിരുന്നു ആര്? പൗലോസ്. അതുകൊണ്ടാണ് പറയുന്നത് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അന്യനായിരുന്നു ആര്? ബ്ലെയിംലെസ് ആയിരുന്നു പൗലോസ്. അതെല്ലാം തികച്ചു. പൗലോസ് അത് ഓടി അക്കരെ എത്തി. പൗലോസിന് കുറേ മെഡലുകൾ കിട്ടി. ആ കിട്ടിയ മെഡലുകളെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത്. എന്ത്? പൗലോസിന് പരീക്ഷ പദവി ഉണ്ടായിരുന്നു, സെന്നദ്രീം സംഘത്തിലെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു, ദൈവസഭയെ ഉപദ്രവിക്കാനൊക്കെ പൗലോസിന് എന്തുണ്ടായിരുന്നു? ഒരു ലൈസൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെ കിട്ടിയതാണ്? ഈ ന്യായപ്രമാണം അനുസരിച്ച് പൗലോസിന് കിട്ടിയ മെഡലുകളാണ്. അതൊക്കെ തൂക്കിയിട്ട് ഞാൻ നീതിമാനാണ്, കർത്താവ് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആമേൻ എന്ത് ചെയ്തത്? പൗലോസിൻ്റെ മുമ്പിൽ ഈ ഒരു യേശുക്രിസ്തുവിൻ്റെ നീതി എന്ന് പറയുന്ന മറ്റൊരു നീതി വെളിപ്പെട്ടത്. അത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ലഭിക്കുന്ന നീതിയല്ല. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി വളരെ കഷ്ടപ്പെട്ട് ഒരു മനുഷ്യായുസിൽ അത് നേടിയെടുക്കാനായിട്ട് പറ്റുമെന്ന് പൗലോസിന് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ പൗലോസ് ചെന്ന് നിൽക്കുന്നത് മറീന ബീച്ചിലാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞത് എന്ത് പറഞ്ഞാൽ എന്താ? ഇത് നീന്തൽക്കുളത്തിൽ നീന്തി കയറുന്ന പോലെ എളുപ്പമുള്ളൊരു കാര്യമല്ല. ഈ കടൽ നീന്തി കിടക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പൗലോസ് അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, അയ്യോ ഞാൻ പരാജയപ്പെട്ടു. ആമേൻ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണ്? എനിക്ക് മെച്ചമായി കരുതിയത്, നന്മയായി കരുതിയത് മൊത്തം ചവറാണ്. ഇതൊന്നും എനിക്കൊന്നും പ്രയോജനം ചെയ്യത്തില്ല. എന്തുകൊണ്ട്? യേശുവിൻ്റെ ശ്രേഷ്ഠത, പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത എനിക്ക് വെളിപ്പെട്ടു. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്താണ്? എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ലഭിക്കുന്ന സ്വന്തം നീതിയല്ല, പിന്നെന്ത് വേണം? ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ഒരു റൈറ്റസ്നെസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം പറയുന്നതനുസരിച്ച് അത്രത്തോളം നല്ലവനാകാൻ പറ്റും. കൊല ചെയ്യാതിരിക്കാം, വ്യഭിചാരം ചെയ്യാതിരിക്കാം, കറക്റ്റായിട്ട് ദശാംശം കൊടുക്കാം. നമ്മുടെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡാണെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നീതി വെളിപ്പെടുത്തുന്നത് ആ ലിവിങ് സ്റ്റാൻഡേർഡ് അല്ല. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്നും നമ്മൾ പുറമേ കാണുന്ന ആ സ്റ്റാൻഡേർഡ് അല്ല. പ്രൈസ് ദി ലോർഡ്. എത്രത്തോളം സ്നേഹിക്കണമെന്ന്, എത്രത്തോളം ക്ഷമിക്കണമെന്ന്, എത്രത്തോളം താഴ്മ കാണിക്കണമെന്ന്, എത്രത്തോളം നമ്മൾ സ്വഭാവത്തിൽ നല്ലവരാകണമെന്ന് ആരാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്? യേശു കർത്താവാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ലഭിക്കും? അത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കടൽ പോലെ കിടക്കുകയാണ്. എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ? പൗലോസിനെ പോലെ നമുക്കും പറയാം, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് 12-ാം വാക്യത്തിൽ പറയുന്നത്, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസ് എന്ത് ചെയ്യുകയാണ്? ആ യേശു ക്രിസ്തുവിങ്കലുള്ള ആ നീതി മുഴുവൻ പിടിക്കേണ്ടതിന് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഓട്ടത്തെക്കുറിച്ചാണ് എബ്രായ ലേഖനകാരത്തിൽ പറയുന്നത്, നിങ്ങളും എന്ത് ചെയ്യണം? ഈ നീതി ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഓടണം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഒത്തിരി ഭാഗങ്ങൾ സംസാരിക്കേണ്ടതുണ്ടെങ്കിലും സമയം തീരുന്നത് കൊണ്ട് ഞാനതിലേക്കൊന്നും പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ എന്താണ്? അവർക്ക് യേശുക്രിസ്തുവിൻ്റെ നീതി പ്രാപിക്കണമെന്നൊരു ചിന്തയില്ല. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കണമെന്ന്, ആ റൈറ്റസ്നെസ് പ്രാപിക്കണമെന്ന് എബ്രായ വിശ്വാസികൾക്കൊരു ചിന്തയില്ല. അവരുടെ കൈകൾ തളർന്ന് കുഴഞ്ഞ് മുടന്തി പോകുന്ന വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കുക. അവനെ നോക്കുമ്പോൾ അവൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടും. അവൻ എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന്, അവൻ എങ്ങനെയാണ് സംസാരിച്ചതെന്ന്, അവൻ എങ്ങനെയാണ് താഴ്മ കാണിച്ചതെന്ന്, എങ്ങനെയാണ് ക്രൂശോളം അനുസരണമുള്ളവനായി തീർന്നതെന്ന്, എങ്ങനെയാണ് അവൻ ശ്രമിച്ചതെന്ന് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. അതൊക്കെയാണ് അവൻ്റെ ദിവ്യ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് വെളിപ്പെട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യണം?
നമുക്കതിലേക്ക് ഓടണമെന്നുള്ള ഒരാഗ്രഹം വരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇന്നിപ്പോൾ നമുക്കതൊക്കെ വെളിപ്പെട്ടാലും നമുക്കങ്ങനെ തോന്നാറില്ല. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ക്രൂശിൽ കിടന്ന് ക്ഷമിച്ചത് കാണുമ്പോൾ നമുക്കൊരു കൊതി ഉണ്ടാകണം, കർത്താവേ എനിക്കും അതുപോലെ എന്ത് ചെയ്യണം, ക്ഷമിക്കാൻ പറ്റണം. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് മറ്റുള്ളവരെ സ്നേഹിച്ച് കാണുമ്പോൾ നമുക്കും ഒരു കൊതി ഉണ്ടാകണം, കർത്താവേ എനിക്കും നിന്നെ പോലെ ഒന്ന് സ്നേഹിക്കാൻ പറ്റണം. അതൊരു ചെറിയ യാത്രയല്ല, അതൊരു നീണ്ട ഓട്ടമാണ്. ഈ വിശ്വാസവും കൈ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനെ നോക്കിയുള്ള ഒരു നീണ്ട ഓട്ടമാണ് ഈ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാതെ ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ആ ദിവ്യ സ്വഭാവത്തോട് പ്രാപിക്കുന്നതിനിടയിൽ എങ്ങനെയാണ് അത് ലഭിക്കുന്നത്? 3 മുതൽ താഴോട്ടുള്ള വാക്യത്തിൽ കാണുന്നത് പാപത്തോട് നാം പോരാട്ടം കഴിക്കുന്നതിലൂടെയാണ്. നാം ആരും പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ എന്താ? പലപ്പോഴും നമ്മൾ പാപത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? അടിമപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ദൈവം എന്ത് ചെയ്യും? ബാലശിക്ഷ കൊണ്ട് നമ്മളെ നടത്തുമെന്നാണ് അതിൻ്റെ താഴോട്ടുള്ള വാക്യം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കടൽ എനിക്ക് നീന്തി കടക്കണം, അതാണ്. എന്നാൽ മാത്രമേ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ? നീതിമാനാക്കത്തുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്താണ്? ഈ മുഴുവൻ നീതി സ്വഭാവവും ദൈവം എന്ത് ചെയ്യുക? സൗജന്യമായിട്ട് കൊടുത്തിട്ട് അവനെ നീതിമാനാക്കി തീർക്കുകയാണ്. അതാണ് വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ നീതി മുഴുവൻ നമുക്ക് ലഭിച്ചിട്ട് നമ്മെ ദൈവം നീതിമാനാക്കി തീർക്കുകയാണ്. പക്ഷേ അത് പിടിക്കാൻ വേണ്ടി നാം എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് എങ്ങനെയാണ് ഓടുന്നത്? നാം തന്നെയല്ല ഓടുന്നത്, പിന്നെ ഇത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൽ ആശ്രയിച്ച് അവൻ്റെ ചിറകടിയിലാണ് നാം എന്ത് ചെയ്യുന്നത്? ഈ കടൽ നീന്തി കടക്കാനായിട്ട് പോകുന്നു. അപ്പോൾ അതിലൂടെ പോകുന്ന ഒരു ട്രെയിനിങ് പ്രോസസ്സ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ? നമ്മളിപ്പോൾ ഡ്രൈവിങ് പഠിക്കണമെങ്കിൽ നമുക്കൊരു ട്രെയിനിങ് പ്രോസസ്സ് ഉണ്ടല്ലേ. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഷെറിനെ ഡ്രൈവിങ് പഠിപ്പിക്കലാണ്. എന്ന് പറഞ്ഞാൽ പള്ളിയിലോട്ടൊക്കെ ഓടിച്ചുകൊണ്ടിരുമ്പോൾ ഷെറിനാണ് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുമ്പോൾ ഞാൻ വണ്ടിയെ കയറുമ്പോഴേ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഭാര്യയെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചിട്ടുള്ള ഭർത്താക്കന്മാർക്കൊക്കെ അറിയാം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭർത്താക്കന്മാരിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഭാര്യമാർക്കും അറിയാം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം വണ്ടിയെ കയറുമ്പോഴേ ഞാൻ ഷെറിനോട് പറയും, ഇത് വീട്ടിലെ പരിപാടിയൊന്നും ഇവിടെ കാണിക്കരുത്, ഞാൻ പറയുന്നത് കേൾക്കാമെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ ഇരിക്കാനുള്ളത് ഞാൻ പറയും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? വീട്ടിൽ വെച്ച് ഒന്ന് പറയുമ്പോൾ മറുപടി പറയും, അതിന് ഞാൻ കിടന്നുള്ളും പരിപാടിയൊക്കെ കാണിക്കും. പക്ഷേ ഞാൻ പറയും, ഇവിടെ ഞാൻ പറയുന്നത് അതുപോലെ അനുസരിക്കാമെങ്കിൽ മാത്രം ഇവിടെ ഇരുന്നാൽ മതി എന്ന് ഞാൻ പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരാൾ ട്രെയിനിങ് തരികയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് പൂർണ്ണമായിട്ട് സബ്മിസീവ് ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച് നിർത്തിയ വാക്യത്തിൽ 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരം അത്രയെന്ന് തോന്നും, പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാനം. അപ്പോൾ ഇംഗ്ലീഷ് അഭ്യാസം വരണം. എങ്ങനെ? കർത്താവ് കറക്റ്റ് ചെയ്ത് ബാലശിക്ഷയിലൂടെ കർത്താവിൻ്റെ ട്രെയിനിങ് ആണ് അവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന് മുകളിലോട്ടുള്ള വാക്യങ്ങളൊക്കെ അത് പറയുന്നുണ്ട്. അതിലേക്കൊന്നും വിശദാംശത്തിലേക്ക് ഞാൻ കടക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസ ജീവിതത്തിൻ്റെ ഈ ഓട്ടം എന്ന് പറയുന്നത് എന്താണ്? കർത്താവിൻ്റെ ട്രെയിനിങ്ങിലാണ് നാം ഓടിക്കൊണ്ടിരിക്കുന്നത്. അവൻ നമ്മെ ബാലശിക്ഷയിലൂടെ കറക്റ്റ്നെസ്സിലൂടെ കർത്താവ് എന്ത് ചെയ്യും? ആ തികവിലേക്ക് നമ്മെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് നമ്മെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആ കർത്താവിന് സബ്മിസീവായിരിക്കണം. അങ്ങനെ അഭ്യാസം വന്നവർക്കാണ് എന്ത് ചെയ്യുന്നത്? നീതി എന്ന സമാധാന ഫലം ലഭിക്കാനായിട്ടിടയായിത്തീരുന്നത്. അപ്പോൾ അങ്ങനെ നീതി എന്ന സമാധാന ഫലം ലഭിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കൈകൾക്കും കാലുകൾക്കും ഒക്കെ ബലം വെക്കും. പ്രൈസ് ദി ലോർഡ്. നീതി പ്രവർത്തിക്കാൻ നമ്മുടെ കൈക്ക് ശക്തി ഉണ്ടാകും. നീതിയായത് ചെയ്യാൻ, യേശു കർത്താവ് ചെയ്തതുപോലെ ചെയ്യാൻ നമുക്ക് ശക്തി കിട്ടും, ബലം കിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ അവിടെ കാണുന്ന മുടന്തുള്ളത് ഉളുക്കി പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരപ്പാക്കുവിൻ. അതെന്താണെന്ന് വിശദീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സമയം കടന്നു പോയല്ലോ, ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല. അവിടെ കാണുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരോടും സമാധാനം ആചരിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ പാത നിരപ്പാക്കാൻ. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാനസാന്തരത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കൈകളെയും കാലുകളെയും ബലപ്പെടുത്തി നാം ആ നീതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ഇന്നലെ അത് വായിച്ചപ്പോൾ എനിക്ക് വളരെ ഭയമുളവാക്കിയൊരു വാക്യമാണ് അതിൻ്റെ 17-ാമത്തെ വാക്യം. അവിടെ ഏശാവിനെയും യാക്കോബിനെയും കുറിച്ച് പറഞ്ഞിട്ട് ഏശാവിൻ്റെയും യാക്കോബിൻ്റെയും കാര്യം പറയുകയാണ്. ഏശാവിനെ റോമാലേഖനത്തിൽ പറയുന്നു, ദൈവം യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ വെറുത്തു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഏശാവിനെ വെറുക്കാനുള്ള അല്ലെങ്കിൽ ഏശാവിന് സംഭവിച്ചൊരു പരാജയം നമുക്ക് കാണാൻ കഴിയും. ഏശാവിൻ്റെ അനുഗ്രഹം പോയി കഴിഞ്ഞപ്പോൾ ഏശാവ് എന്ത് ചെയ്തു? 17-ാം വാക്യം, അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്? അവൻ അവിടെ പറ്റി ഏറ്റവും വലിയൊരു പരാജയം എന്താണ്? അവൻ തള്ളപ്പെട്ടു. അപ്പോൾ തള്ളപ്പെട്ട
ആളുകളുടെ ലക്ഷണം എന്താണ്? അവർ മാനസാന്തരത്തിന് എന്ത് ചെയ്യത്തില്ല? ഇട കാണത്തില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? മാനസാന്തരപ്പെടുക എന്ന് പറയുന്നൊരു കാര്യം അവരുടെ ജീവിതത്തിൽ പിന്നെ എന്ത് ചെയ്യത്തില്ല? സംഭവിക്കത്തില്ല. പ്രൈസ് ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പരാജയം വന്നിട്ടുണ്ടോ? നമ്മൾ ദൈവസന്നിധി തള്ളപ്പെട്ടവരാണോ? ദൈവസന്നിധി പുറത്താക്കപ്പെട്ടവരാണോ? ദൈവം നമ്മെ ചേർത്ത് നിർത്തുന്നവരാണോ എങ്ങനെ നമുക്കറിയാൻ പറ്റും? ആമേൻ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എന്നാണ് ശരിക്കും ഒരു അനുതാപമുണ്ടായി ഏതെങ്കിലും വിഷയത്തിൽ ഞാൻ മാനസാന്തരപ്പെട്ടതെന്നാണ്? അവസാനമായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ ആ ശിക്ഷണത്തിൽ കീഴിൽ ഒരു മാനസാന്തരാനുഭവം എനിക്കുണ്ടായത് എന്നാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അങ്ങനൊരു അനുഭവം നമുക്ക് പറയാനില്ലെങ്കിൽ ഇവിടെ ഏശാവിന് പറ്റിയ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് എന്താ? അവൻ കണ്ണീരോടൊക്കെ അപേക്ഷിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ എന്ത് ചെയ്തില്ല? മാനസാന്തരത്തിന് ഇട കണ്ടില്ല. കണ്ണീരൊഴുക്കാൻ പറ്റും, കഥ പറയാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മാനസാന്തരപ്പെടാൻ പറ്റാത്തൊരു മാനസിക അവസ്ഥയിലേക്ക് അവർ നീക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷേ എന്തിലൂടെയാണ് നാം ആ നീതിയുടെ ഓട്ടം പൂർത്തിയാക്കുന്നത്? അനുദിനം മാനസാന്തരപ്പെടുന്ന അനുഭവത്തിലേക്കാണ്. ആ വാക്കുകൾ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ ദൈവം ഏശാവിനെ വെറുത്തു, യാക്കോബിനെ സ്നേഹിച്ചു. ഒരിക്കൽ ചാൾസ് സ്പർജൻ്റെ അടുത്ത് ചെന്നിട്ടൊരാൾ ചോദിച്ചു, ആമേൻ, ദൈവം ഏശാവിനെ വെറുത്തു, യാക്കോബിനെ സ്നേഹിച്ചെന്ന് പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ. ദൈവത്തിൻ്റെ നീതിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ചോദിച്ചു, ഏശാവിനെ ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ വെറുത്ത് കളഞ്ഞത്? പ്രൈസ് ലോർഡ്. അപ്പോൾ ചാൾസ് സ്പർജൻ അതിന് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പറഞ്ഞത്: ഏശാവിനെ നോക്കിയാലും യാക്കോബിനെ നോക്കിയാലും ദൈവത്തിന് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ? വെറുക്കാനേ പറ്റത്തുള്ളൂ. രണ്ടുപേരിലും ഗുണമൊന്നുമില്ല. അവരെ മാത്രമല്ല, ലോകത്തുള്ള ഏത് മനുഷ്യനെ നോക്കിയാലും ദൈവത്തിന് എന്ത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ? വെറുക്കാനേ കൊള്ളത്തുള്ളൂ. അവരെ നരകത്തിലിട്ട് കളയാനേ കൊള്ളത്തുള്ളൂ. നമ്മളെ ഉൾപ്പെടെ ആരെ നോക്കിയാലും അങ്ങനെ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ ചാൾസ് സ്പർജൻ ഇങ്ങനെയാണ് പറഞ്ഞത്: ദൈവം ഏശാവിനെ വെറുത്തു എന്നുള്ളതൊരു നാച്ചുറൽ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത് ദൈവം യാക്കോബിനെ സ്നേഹിച്ചത് എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. എന്ത് കണ്ടിട്ടാണ് ദൈവത്തിന് യാക്കോബിനെ സ്നേഹിക്കാൻ തോന്നിയത്? പ്രൈസ് ലോർഡ്. എന്നുപോലെ എൻ്റെ ചിന്തയും അത് തന്നെയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയും അത് തന്നെയായിരിക്കണം. എന്ത് കണ്ടിട്ടാണ് കർത്താവിന് എന്നെ സ്നേഹിക്കാൻ തോന്നിയത്? ആമേൻ. എന്നെ വെറുക്കാൻ മാത്രമുള്ളത് എന്നിലുള്ളായിരുന്നു. പലരെ പോലെ ഞാനും വെറുക്കപ്പെടേണ്ടായിരുന്നു. പക്ഷേ എന്നിൽ ഒരു മാനസാന്തര ഹൃദയം ദൈവം തന്നതുകൊണ്ടാണ് ദൈവത്തിന് എന്നോട് സ്നേഹിക്കാൻ എന്തുകൊണ്ടാണ് ദൈവത്തിന് അങ്ങനെ തോന്നിയത്? അതിന് നമ്മുടെ ഒരു പ്രവൃത്തിയും അതിന് കാരണമല്ല. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് അതിന് കാരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഈ മാനസാന്തരപ്പെടാനുള്ള അവസരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? പ്രയോജനപ്പെടുത്തണം. മാനസാന്തരത്തിനുള്ള ഇട എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. ആമേൻ. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? മാനസാന്തരത്തിൻ്റെ ഇട കാണാത്തവരെക്കുറിച്ചാണ് പറയുന്നത്. അവർ തള്ളപ്പെട്ടു പോയവരാണ്, അവർ വെറുക്കപ്പെട്ടു പോയവരാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും മാനസാന്തരത്തെ നീട്ടി വെക്കുന്നവരാണ്, മാനസാന്തരത്തെ മാറ്റി വെക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആമേൻ, അങ്ങനെ പോയി മാനസാന്തരത്തിനൊരു ഇട കിട്ടാതെ അവൻ തള്ളപ്പെടുന്നൊരു അനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ആമേൻ, നാം വന്നിരിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥോട്ട് പറയുകയാണ്. മാനസാന്തരപ്പെടാൻ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ വന്നിരിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാവേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൈകളെയും കാലുകളെയും നിവർത്തി ആ നീതിയിലേക്ക് നിങ്ങൾ വളരണം. ആ ഓട്ടം നിങ്ങൾ പുനഃസ്ഥാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഓട്ടത്തിൻ്റെ അവസാനം നമുക്ക് എന്ത് കിട്ടും? ആമേൻ, യേശു ക്രിസ്തുവിൻ്റെ നീതി നമുക്ക് അതേപടി കിട്ടുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം നമ്മെ നീതിമാനായി കണക്കിടുവാനായിട്ട് ഇടയായിത്തീരും. യേശു കർത്താവിലേക്ക് നോക്കിയാണ് ആ ഓട്ടം നാം പൂർത്തീകരിക്കുന്നത്. ഇനിയും രണ്ടാമത്തെ വാഗ്ദത്തം എല്ലാവർക്കും ശേഷിച്ചിരിക്കുകയാണ്. പഴയ നിയമവിശുദ്ധന്മാർക്കും നമുക്കും എല്ലാം ശേഷിച്ചിരിക്കുകയാണ്. എന്ത്? ആമേൻ. അതിനെക്കുറിച്ചാണ് പത്രോസ് പറയുന്നത്. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസത്താൽ കാക്കപ്പെടുന്ന നമ്മൾ, പ്രൈസ് ദി ലോർഡ്, എന്ന് പറഞ്ഞാൽ നാം ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ സമയമായിരിക്കുകയാണ്. ആമേൻ. കർത്താവിനെ നോക്കി ഓടുന്നവർക്ക് ആമേൻ ആ പ്രതിഫലവും ലഭിക്കാനായിട്ടിടയായിത്തീരും. ആമേൻ. സമയത്തിൻ്റെ പരിമിതി കൂടി ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ തൊട്ട് വേഗത്തിലാണ് പറഞ്ഞു വിട്ടത്. നിങ്ങൾക്ക് എത്രത്തോളം അത് ഗ്രഹിക്കാൻ കഴിഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. എങ്കിലും ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഭാഗങ്ങൾ വായിക്കുക. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ച കർത്തൃദാസനോട് നന്ദി അറിയിച്ചു.